കോട്ടയം ഏറ്റുമാനൂർ അഡ്വക്കേറ്റ് ജിസ്മോൾ മരണപ്പെട്ടിട്ട് 1 മാസം കഴിഞ്ഞു. ഇന്നേ വരെ ആയിട്ടും ആ കേസിൻ്റെ ഇത് ഒന്നും ആയിട്ടില്ല. പോലീസായിരുന്നാലും ഇതിന് പിന്നിൽ ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. പോലീസ് ഒരു അന്വേഷണവും ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല. ജിസ്മോളെ പപ്പ ഇതിനായിട്ട് മേനെക്കെട്ട് UK പോലും പോവാതെ ഇവിടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഓരോ സ്ഥലത്ത് പരാതി കൊടുക്കുന്നു, മുഖ്യമന്ത്രിക്കും DGPക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പരാതി കൊടുത്തു. എന്നിട്ട് പോലും ഒന്നും ആവുന്നില്ല. അതിനു വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ നടന്നു. പ്രതിഷേധങ്ങൾ മഴയെന്നില്ല വെയിലെന്നില്ല ആ കണക്കിനാണ് പ്രതിഷേധം നടന്നത്. എന്നിട്ട് പോലും ഒന്നും ആവാതെ കിടക്കുന്ന ഒരവസ്ഥയിലാണ് എത്തുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് കളിക്കുന്നു, പണം എറിഞ്ഞ് കളിക്കുന്നു. ഇപ്പം ജിസ്മോള് 2 മക്കളെയും കൊണ്ട് ഒരുപാട് കഷ്ടതയിലൂടെ അവിടെ കടന്നുപോയി. ഗാർഹിക പീഡനം തന്നെ. ആത്മഹത്യയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരിക്കലും പറയാൻ പറ്റൂല. ഇത് കൊലപാതകം തന്നെയാണ്. വിഷുവിൻ്റെ തലേ ദിവസമേ നടന്ന 2 ദിവസം മുമ്പ് നടന്ന സംഭവമാണ് ഇത്. എങ്ങനെയായിരുന്നാലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് കൈഞ്ഞരമ്പ് മുറിച്ചിട്ട് എന്തായാലും വണ്ടി ഓടിച്ച് 4 കിലോമീറ്ററോളം പോകാൻ പറ്റൂല. ഹാർപ്പിക്ക് കുടിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഹാർപ്പിക്കല്ല കുടിച്ചിരിക്കുന്നത്, എന്തോ വിഷം ഉള്ളിൽ ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിലൊക്കെ പറയുന്നത് കഴുത്തിൽ ഇഞ്ചക്റ്റ് ചെയ്ത് അതിൻ്റെ വിഷം ഉള്ളിലോട്ട് പോയി. വിഷുവിൻ്റെ ആ തലേ ദിവസമൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്രൂര പീഡനങ്ങൾ. അതിനു മുമ്പ് ഒരു ഞായറാഴ്ച കല്യാണത്തിന് ജിസ്മോള് മറ്റവരെ കൂടെ പോവാനായിട്ട് വീട്ടുകാർക്കൊപ്പം പോവാൻ ഇറങ്ങിയപ്പോൾ ഇവർക്ക് സൗന്ദര്യമില്ല, കയറി പോവാം അങ്ങനെയൊക്കെയുള്ള ഒരിതൊക്കെ വന്നായിരുന്നു. പിന്നെ അതിന് ശേഷം എങ്ങനെയോ എന്തോ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് അന്ന് ഒരു ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് പറയുന്നത്. വിഷുവിന് മുമ്പുള്ള 1-2 ദിവസം മുമ്പ്. അപ്പം ഇത് അവിടെ എന്തോ വലിയ പ്രശ്നങ്ങൾ നടന്ന് ഈ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. അടിയോ ഇടിയോ അങ്ങനെ എന്തൊക്കെയൊക്കെ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ആ കുട്ടികളെ 2 മക്കളെ മൂത്ത കുട്ടിയെ ഇഞ്ചക്റ്റ് ചെയ്താണ് കൈയിര മുട്ടിനും അതുപോലെ കാലിൻ്റെ തൊടയിലും ഇഞ്ചക്റ്റ് ചെയ്താണ് കൊന്നത്. അതൊക്കെ എന്ത് വേദന എടുത്തിട്ടുണ്ട്. ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് ആ ഇളയ കുട്ടി. ആ ഇളയ മോളെ തലയ്ക്കടിച്ചാണ് കൊന്നത്. അപ്പം ഇത് എന്താണെന്ന് അറിയണം എന്നുള്ള ഒരു ആകാംക്ഷയോടുകൂടി തന്നെ എല്ലാവരും ഇരിക്കണത്. അതിനുവേണ്ടി കഠിനമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം മീഡിയയിലൊന്നും കേൾക്കാനേ ഇല്ല. ഒരു മീഡിയക്കാർ പോലും ജിസ്മോളെ കാര്യങ്ങളൊന്നും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് കൊലപാതകമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ജിമ്മിയുടെ ഫാദറിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അത് പേരിനും വേണ്ടി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ 2 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ. ജനങ്ങളല്ലെങ്കിൽ എല്ലാം കൂടെ കത്തിപ്പടരും, ആ കണക്കിനാവും. അതുകൊണ്ടാണ് ഈ 2 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് CCTV ദൃശ്യങ്ങൾ എടുക്കുന്നില്ല? ഫുള്ള് CCTV ദൃശ്യങ്ങൾ ജിമ്മിയുടെ വീട്ടിലുണ്ട്. അതുപോലെ അങ്ങ് ജിസ്മോളെ കൊന്നതിന് ശേഷം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കൊന്നതിന് ശേഷം കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് മീനച്ചലാറിൽ വരെ അങ്ങറ്റം വരെ CCTV ദൃശ്യങ്ങളുണ്ട്. ഇതൊന്നും എടുത്തിട്ടില്ല. മൃതശരീരം പൊങ്ങി വന്ന് കിടന്ന് ഇപ്പോഴും മരിക്കുന്നതാണെങ്കിൽ എന്തായാലും അത് പൊങ്ങൂല. അപ്പോൾ ഈ പൊങ്ങിക്കിടന്ന ആ മൃതശരീരത്തിലുള്ള ഡ്രസ്സുകൾ പോലും കൊണ്ടുചെന്ന് ജിമ്മി വർക്ക് ചെയ്യണ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നിട്ട് പിന്നെ ആ മൃതശരീരത്തിൽ കിടന്ന ഡ്രസ്സുകളെല്ലാം കഴുകി വൃത്തിയാക്കി ആഭരണങ്ങളായിരുന്നാലും എല്ലാം ഊരി പറിച്ച് എന്തൊക്കെയുണ്ട് ആ തെളിവുകളെല്ലാം ഇവർ നശിപ്പിച്ച് അങ്ങനെ ആരും ചെയ്യൂല. അപ്പം ഈ പോലീസിൻ്റെ ഒരു ഇതോട് കൂടി ആയിരിക്കാം ഇതൊക്കെ ചെയ്യുന്നത്. പോലീസ് ഒരു കേസ് കണ്ടാൽ തന്നെ അത് നല്ല രീതിയിൽ അന്വേഷിച്ച് അത് കണ്ടെത്താനുള്ളതാണ്. ജനങ്ങൾക്കെങ്കിലല്ലേ പോലീസിൻ്റെ അടുത്ത് വിശ്വാസമുള്ളൂ. നല്ലവരായ പോലീസ് ഒരുപാട് പേരുണ്ട്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പോലീസ് ഒരുപാട് പേരുണ്ട്. ഒരു കുറ്റം കണ്ടാൽ അത് തെളിയുന്നത് വരെ നിൽക്കണ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇത് പിന്നെ ഈ ജിസ്മോള് മരിച്ച ആ ഒരു ഇത് മാത്രം CCTV ദൃശ്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഏതോ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ജിസ്മോള് പണ്ടങ്ങാണ്ട് എവിടെ പോയ ഒരു കുട്ടിയെ ഇരുത്തി കൊണ്ട് പോണ ഒരു CCTV ദൃശ്യം മാത്രം, അതും 10-20 ദിവസം കഴിഞ്ഞ് ജിസ്മോള് മരണപ്പെട്ടെന്ന് കൊല ചെയ്യപ്പെട്ട് അതിന് 10-20 ദിവസം കഴിഞ്ഞപ്പോൾ മാത്രം ഒരു CCTV ദൃശ്യം എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒരു കുട്ടിയെ ഇരുത്തി പോണത്. അത് ആ ജിസ്മോൾ
ജിസ്മോൾ അന്ന് ആ മരിച്ച് കിടക്കുന്ന ആ ഡ്രസ്സ് പോലും അല്ല ഇട്ടിരിക്കുന്നത്. അവിടേക്കുള്ള ജനങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തി. കൂടുതലും സ്ത്രീകളാണ്, അതുപോലെ പുരുഷന്മാരും ഒന്നുപോലെ നിൽക്കുന്നുണ്ട്. ജിമ്മിയുടെ ബന്ധത്തിലുള്ള ആൾക്കാർ വരെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വലുത് ജിസ്മോക്ക് എന്ത് സംഭവിച്ചു എന്നറിയണം. ഈ ജിസ്മോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ അതിലുള്ള ഒരാൾ പോലും ഈ ജിസ്മോളെ കാര്യം വന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ ജിമ്മിയുടെ അമ്മാവൻ ഇതുപോലെ പാർട്ടിയിലുള്ളതാണ്, കോൺഗ്രസിൻ്റെ ആളാണ് വിളിച്ചിട്ട് പറഞ്ഞത് ജിസ്മോളെ പപ്പേരെടുത്ത് UK-യിലായിരുന്നപ്പം ജിസ്മോളെ കാണാനില്ല എന്ന്. ഇപ്പം നമ്മൾ ഹൈക്കോടതിയിലെ അഭിഭാഷക അഡ്വക്കേറ്റ് ജിസ്മോളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജിസ്മോളും അതായത് ഹൈക്കോടതിയിലെ അഭിഭാഷക, മുൻ പഞ്ചായത്ത് മെമ്പർ, പ്രസിഡന്റ്, അതുപോലെ നോട്ടറി ആവാനായിട്ട് ഏകദേശം ഒരാഴ്ച മാത്രം താമസമുള്ള ഒരു ടൈം കഴിവുള്ള ഒരു അഭിഭാഷകയായിരുന്നു. അത് സീനിയേഴ്സ് എല്ലാവരും പറയുന്നു നല്ല കഴിവുള്ള അഭിഭാഷകയായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്ക് പറയാനുള്ള, ഈ കഴിവുള്ള അഭിഭാഷകയായിരുന്നെങ്കിൽ ഇത്രയും സംഭവങ്ങൾ ഈ ജിസ്മോള് അവിടെ ഈ കല്യാണം കഴിച്ച് കൊണ്ടുപോയപ്പം മുതൽ പീഡനങ്ങൾ അനുഭവിച്ച് കിടന്ന ഒരു പെൺകുട്ടിയാണ്. പീഡനങ്ങൾ സഹിച്ച് അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ പിന്നെ അവിടെ കിടക്കൂല. മക്കളായിരുന്നാൽ ആ മക്കളെയും കൊണ്ടുപോവാൻ നോക്കും. ജിസ്മോള് സഹിച്ച് അവിടെ കിടന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ കിടന്ന് ഓരോ കാര്യത്തിലും ഇങ്ങനെ എടുത്തിട്ട് ഈ പെൺകുട്ടിയെ അടിക്കുകയും ഈ നാത്തൂനെന്നൊക്കെ പറയണതൊക്കെ എടുത്തിട്ട് അടിക്കുകയും, അമ്മായിയുടെ തത്തിക്ക്, ജിമ്മിയുടെ തത്തിക്ക്, പിന്നെ എനിക്കൊന്നും അറിഞ്ഞൂടാ, ഫുള്ളടി തന്നെയായിരുന്നു. ഇത്രയും ധൈര്യമുള്ള പെൺകുട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ധൈര്യമുള്ള പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല പപ്പ, ഞാൻ അങ്ങ് വരണമെന്നും പറഞ്ഞു പോയേനെയിരുന്നു. കാരണം ഈ ജിമ്മിക്കും കുടുംബത്തിനും ഈ അഭിഭാഷകയെ ജീവിക്കാൻ വിട്ടുകൂടായിരുന്നോ? ഈ കുട്ടികളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ അവർ നോട്ടറിക്കും മറ്റ് പോസ്റ്റുകൾക്കൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്? ഒരിക്കലും ഹസ്ബൻഡിന് ഭാരമാവാതിരിക്കാനും മക്കളെയും കൊണ്ട് തൻ്റെ അടുത്തോട്ട് ജീവിക്കാൻ വേണ്ടി തന്നെ ആയിരുന്നല്ലോ അവരിത്രയും കഷ്ടപ്പെട്ടത്. പിന്നെ ഒരു വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ കോടതി വെക്കേഷൻ തുടങ്ങിയ ഉടനെ തന്നെയാണ് ഇവരെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതും അതിക്രൂരമായ രീതിയിൽ തന്നെ. കാരണം മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പൈശാചികമായിട്ടുള്ള വളരെ നിഷ്ഠൂരമായി ഒരു ക്രിമിനൽ കോൺസ്പിറസി തന്നെ അതിനകത്ത് നടത്തുകയും വെൽ പ്ലാൻഡ് ആയിട്ട് ജിമ്മിയും അതുപോലെ ജിമ്മിയുമായി ബന്ധപ്പെട്ട ഒരു ടീം തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കുക, ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ജിസ്മോളെ ജീവിക്കാൻ അനുവദിച്ചാൽ എന്തൊക്കെയോ പുറത്തു വരുന്ന തരത്തിലുള്ള രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പിന്നെ എന്തിന് കൊല ചെയ്തു? അവരെ ജീവിക്കാൻ അനുവദിച്ചുകൂടായിരുന്നോ? അപ്പം അതിനുവേണ്ടി അവർ സെൽഫ് സഫീഷ്യൻ്റ് ആവാനല്ലേ അവരെ ജോലിക്കൊക്കെ ശ്രമിച്ചത്, ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. എന്തോ ഒരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ജിസ്മോൾ പുറത്തേക്ക് വന്നാൽ പല രഹസ്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആ രഹസ്യങ്ങൾ ജിസ്മോളിന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പുറത്തേക്ക് വന്നാൽ, കാരണം ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇങ്ങനെ ഒരു ഇത് കാരണം കൊണ്ടായിരിക്കാം ഇത് കൊന്നിരിക്കണത്. ഇവരെന്തോ രഹസ്യങ്ങൾ ഒളിച്ചു. അത് ജിസ്മോക്ക് അറിയാൻ പറ്റും. ജിസ്മോൾ അത് വെളിയിൽ വിടും എന്നുള്ള ഒരു ഇതായത് കൊണ്ടാണ് ഇത് കൊന്നിട്ടുള്ളത്. ദുരഭിമാനമുണ്ടല്ലോ അവരുടെ ഫാമിലിയിൽ. കാരണം പൈസക്കാരാകുന്നു, വലിയ എന്തോ ഒരു ഭാവത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം. പൈസ ഉള്ളത് കൊണ്ട് സംസ്കാരം ഉണ്ടാവണമെന്ന് ഇല്ലല്ലോ. പൈസ എങ്ങനെ ഉണ്ടാക്കാലോ? അപ്പൊ അങ്ങനെ ആ ഒരു ദുരഭിമാനം അവർക്ക് നഷ്ടപ്പെടുമോ? ആ അഭിമാനക്ഷതം എവിടേക്കോ സംഭവിക്കും. കാരണം ജിസ്മോൾ എന്നൊരു വ്യക്തി നീതിയുക്തമായ ഒരു ലോയറായിരുന്നു. വളരെ നല്ല രീതിയിൽ ഫാമിലിയിൽ ജീവിച്ചു വളർന്ന് നല്ല വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി LLB ഗ്രാജുവേറ്റ് ആയ ഒരു വ്യക്തിയാണ് ജിസ്മോള്. അപ്പം നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നൊരു പേഷ്യൻറ്റിനെ വേഷം മാറി രക്ഷപ്പെടുത്തിയ ഒരു അഭിഭാഷകയാണ്. സാമൂഹിക സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വളരെയധികം കാഴ്ചവെച്ചൊരു അഭിഭാഷകയാണ്. അപ്പം അവർക്ക് ആ അനീതിക്കെതിരെ അവർ നിൽക്കില്ല. ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻറ്റ് ഏഞ്ചൽ ഓഫ് ഏഞ്ചൽ എന്ന് പറയുന്ന ഒരാൾ ഈ അഡ്വക്കേറ്റ് ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഷൈൻ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവളെ ഒന്നും പ്രൊഫഷണലിൽ ആരും അംഗീകരിക്കുന്നവളല്ല.
ആരും അംഗീകരിക്കൂലെന്ന് ഈ ഷൈൻ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് ഈ അഡ്വക്കേറ്റിൻ്റെ ഈ വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇത് വേറെ ആരുമില്ല, ഇതിന് റിപ്ലൈ കൊടുത്തവർ ഒരുപാട് പേരുണ്ട്, 2-3 പേര് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ജിമ്മിയുടെ ആൾ ഇവിടെയും വന്നു, ചാരൻ വന്നു കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ പിന്നിൽ വന്ന് ഇങ്ങനെ അങ്ങ് കമൻ്റ് ഇടുകയാണ്. അപ്പം ഈ അഭിഭാഷകയ്ക്കൊന്നും സമൂഹത്തിൽ ഒരു വിലയില്ലേ? അത് ഇങ്ങനെ ഇത്രയും ഉയരത്തിലിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇതിങ്ങനെ ചെയ്തിരിക്കണത്. അപ്പം ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെളിയിൽ വരും എന്നുള്ള ഒരിത് കൊണ്ടാണ് ജിസ്മോളെ കൊന്നത് തന്നെയാണ്. ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഇത് കുറേ ഇതിൻ്റെ പിന്നിൽ നല്ല ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പോലീസന്മാർ പോലും ഈ ഒരു തെളിവും കണ്ടെടുക്കാൻ പറ്റാത്തത്. ഇത്രയും ക്രൂരമായിട്ട് ആ പെൺകുട്ടി ആ വീട്ടിൽ കിടന്ന് അടിയും ഇടിയും കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇതിങ്ങനെ കിടക്കേണ്ട ഒരു കാര്യമില്ല. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഇതിങ്ങനെ കിടന്ന് അടിയും ഇടിയും കൊണ്ടത്. വിദ്യാഭ്യാസം ഇത്രയും ഇല്ലാത്തവർ പോലും വിചാരിക്കുക എനിക്ക് വയ്യ, ഞാൻ എൻ്റെ പാട് നോക്കി പോകണമെന്നും പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും പോയി പച്ചവെള്ളമെങ്കിലും കുടിച്ച് കിടക്കാമെന്നും പറഞ്ഞുകൊണ്ടെങ്കിലും പോകൂലേ? ഇത് പിന്നെ ഇതെന്തോന്ന് ഇതിങ്ങനെ അവരെ അടിയും അവന്മാരെ അടിയും ഇടിയും കൊണ്ട് അവന്മാരെ വീട്ടിലുള്ളവരെയും പിന്നെ അതുപോലെ ബന്ധത്തിലുള്ളവരെയും എല്ലാവന്മാരും ഇടിച്ച് ചതച്ച് പഞ്ചറാക്കി നാട്ടിലുള്ളവന്മാരും എല്ലാവന്മാരും കൂടെയാണ് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ച് കൊന്നിരിക്കുന്നത്. എന്നായാലും ഇത് തെളിഞ്ഞ് വരെ തന്നെ വേണം, ഇത് തെളിയണം. ജിസ്മോക്കും മക്കൾക്ക് നീതി കിട്ടണം. നീതി കിട്ടണത് വരെ ജനങ്ങൾ പോരാടണം.